എന്തായാലും സംസ്ഥാനതല ഉദ്ഘാടനം, പ്രവേശനോത്സവം ഇന്ന് നടക്കും. സംസ്ഥാനത്തെ സ്കൂളുകൾ തുറക്കുകയാണ് എന്നുള്ളതാണ്. നമുക്ക് മിഥുനിലേക്ക് പോകാം അല്ലേ? മിഥുനായപ്പനിലേക്ക് പോകാം. യെസ്, മിഥുൻ ഉള്ളത് ഏത് സ്കൂളിലാണുള്ളത്? നമുക്ക് മിഥുനോട് തന്നെ ചോദിക്കാം അല്ലേ? മിഥുൻ, ഏത് സ്കൂളിലാണുള്ളത്? എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലൊക്കെ കാണാം. അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു, ആ വിദ്യാലയം ഒരുങ്ങിക്കഴിഞ്ഞു, മിഥുനും ഒരുങ്ങിക്കഴിഞ്ഞു അല്ലേ? ചന്ദനമൊക്കെ ഇട്ട്. എന്തായാലും കുഞ്ഞ് ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ന് എൻ്റെ മകൻ സ്കൂളിൽ പോകുന്നുണ്ട്. അടൂർ അമൃത സ്കൂളിലാണ് അവൻ പഠിക്കുന്നത്. അവൻ 4ാം ക്ലാസ്സിലേക്കാണ് ഇത്തവണ. ഞാൻ ധ്രുപദ് എം എന്നാണ് അവൻ്റെ പേര്. അവൻ 4ാം ക്ലാസ്സിലേക്കാണ് അടൂർ അമൃത സ്കൂളിൽ ഇന്ന് മുതൽ തന്നെ പോയി വരുന്നുണ്ട്. 4ാം ക്ലാസ്സിലേക്ക് ആയതുകൊണ്ട് തന്നെ 3 മുതലുള്ള സ്കൂളുകൾക്കാണ്, സ്റ്റാൻഡേർഡിൽക്കാണ് ഇന്ന് ആദ്യ ദിവസം മുതൽ പോകേണ്ടത് എന്നാണ്. പിന്നെ LKG KG. ഞാനിപ്പോൾ നിൽക്കുന്നത് എളമക്കരയിലുള്ള സരസ്വതി വിദ്യാനികേതനിലാണ്. നമുക്കറിയാം, നമ്മുടെ സംഘകാര്യാലയത്തിനും അതുപോലെ തന്നെ ഭാസ്കരീയം സെൻറ്ററിനൊക്കെ തൊട്ടടുത്ത് തന്നെയാണ്, അതിനോട് ചേർന്ന് തന്നെയാണ് ഈ വിദ്യാലയവും കൂടി സ്ഥിതി ചെയ്യുന്നത്. എറണാകുളത്തെ തന്നെ പ്രമുഖമായിട്ടുള്ള എറണാകുളത്തിന് തന്നെ അഭിമാനമായിട്ടുള്ളൊരു വിദ്യാലയം തന്നെയാണ്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയായിട്ടുണ്ട്. കാരണം നമുക്കറിയാം, കുട്ടികളെ വരവേൽക്കുന്നതിന് വേണ്ടി സ്കൂൾ ഒരുങ്ങുക എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം. നമ്മുടെ ഒരു വീടൊക്കെ ഓണത്തിനും വിഷുവിനൊക്കെ എത്രത്തോളം നമ്മൾ അലങ്കരിക്കുകയും അതുപോലെ തന്നെ വൃത്തിയാക്കുകയും എല്ലാം ചെയ്യും. അതിന് സമാനമായിട്ട് തന്നെയാണ് ഒരു സ്കൂൾ വേണ്ടി, അതായത് ഈ ഒരു ആദ്യത്തെ കുട്ടികളെ വരവേൽക്കുന്നതിന് വേണ്ടി ഒരുങ്ങുക എന്നുള്ളത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം. ഈ സ്കൂളിന് മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്. അതായത് എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ എന്നുള്ളതാണ്. അത് സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ്. അത് ഈ വിദ്യാനികേതൻ സ്കൂളുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിൻ്റെ ആപ്തവാക്യം എന്താണെന്നും അതിൻ്റെ ആകെക്കൂടി പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്താം, അല്ലെങ്കിൽ എങ്ങനെ ഒറ്റ വാചകത്തിൽ പറയാമെന്ന് പറയുമ്പോൾ ഈ വാചകം തന്നെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. നമ്മുടെ എല്ലാ കുട്ടികളുടെയും ഉള്ളിലുള്ള കഴിവുകളെയും നന്മയെയും ചൈതന്യത്തെയും എല്ലാം അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാതലായിട്ടുള്ള കാര്യം എന്നുള്ളത്. അതിൻ്റെ പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ ഈ വിദ്യാനികേതൻ സ്കൂളുകളിൽ നടക്കുന്നത്. അത് സരസ്വതി വിദ്യാനികേതനിലാണ്. ഇന്ന് ഏറ്റവും ഐശ്വര്യപൂർണ്ണമായി ഇന്നത്തെ ഈ ദിവസം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ഒരു നമ്മുടെ ഗണപതി ഹോമമെല്ലാം പൂർത്തിയാക്കിയതിൻ്റെ അതാണ്, അതിൻ്റെ ശേഷിപ്പുകളൊക്കെയാണ് ഉള്ളത്. അതിൻ്റെ വിളക്കുമെല്ലാം വെച്ച് ഒരു ഏറ്റവും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു തുടക്കം. അതോടൊപ്പം തന്നെ മറ്റ് വിഘ്നങ്ങളും അതുപോലെ തന്നെ മറ്റ് എല്ലാ തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റിക്കൊണ്ടുള്ള ഒരു ഇതിലേക്ക്, ഒരു അധ്യയന വർഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മോടൊപ്പം ഉള്ളത് അരുൺ, അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹം സ്കൂളിൻ്റെ അഡ്മിൻ മാനേജറാണ് എന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെയാണ്, എത്രത്തോളം കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്? ഞാൻ ചോദിച്ചാൽ 1900-ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഒരു അധ്യയന വർഷത്തേക്ക് എങ്ങനെയാണ് കാണുന്നത്? പേര് പോലെ തന്നെ ഒരു സരസ്വതി ക്ഷേത്രമായ ഈ സ്കൂളിൽ 30 പതിറ്റാണ്ടോളം ഒരു പാരമ്പര്യമുള്ള ഈ സ്കൂളിൽ കുട്ടികളെ മികച്ച വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അഭിമാനകരമായ വസ്തുത തന്നെയാണ്. അതുപോലെ തന്നെ 1970-ഓളം കുട്ടികളാണ് ഇപ്പോൾ ഈ അധ്യയന വർഷം ഇവിടെ വിദ്യ അഭ്യസിക്കുന്നത്. കൂടാതെ മികച്ച വിജയങ്ങളും കരസ്ഥമാക്കിയിട്ടുള്ള ഈ സ്കൂളാണ്. അതിൻ്റെ ട്രോഫികളെല്ലാം ഇവിടെ ഉണ്ടല്ലേ? അതെ. ഇതൊക്കെ കുട്ടികൾ നേടിയാണോ അതോ വിദ്യാലയത്തിന് കിട്ടിയ കുട്ടികൾ നേടിയത് കുട്ടികളുടെ പെർഫോമൻസ് കൊണ്ട് ഒരു വിദ്യാലയത്തിന് കിട്ടിയ ട്രോഫികളാണ് ഈ കാണുന്നതെല്ലാം. ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് എല്ലാം ഒരു കുടുംബം പോലെ തന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ട് 6-7 മണി വരെയും ഇവിടെ അധ്യാപകർ ഇതെല്ലാം തയ്യാറാക്കുന്നതിന് വേണ്ടി ഇവിടെ പരിശ്രമിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഒരു നേട്ടം തന്നെയാണ്. കൂടാതെ ഈ അലങ്കാരങ്ങൾക്ക് അതിനേക്കാൾ ഉപരിയായി കുട്ടികളുടെ മികച്ച വിജയത്തിനും വിദ്യാഭ്യാസത്തിനും ആവശ്യമായ ഒരു പദ്ധതി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മാസക്കാലത്തോളം ഇവിടെ വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ അധ്യാപകർക്ക് കൊടുത്തു എന്നുള്ളത് ഈ
സ്കൂളിനെയും ഭാരതീയ വിദ്യാനികേതൻ്റെ ഒരു വിദ്യാഭ്യാസ പദ്ധതി നടത്തുന്നതായ ഈ സ്കൂളിന് ഒരു അഭിമാനകരം തന്നെയാണ്. കാരണം അത്രയും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും മിഥുൻ, അങ്ങനെ സർവ്വസജ്ജമാണ്. സ്കൂളുകൾ ഇങ്ങനെ കുട്ടികളെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം. സ്കൂളുകളിൽ ഇത്തരത്തിൽ വലിയ രീതിയിൽ കുട്ടികളെ ഇങ്ങനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു എന്നുള്ള വിവരം അറിയുമ്പോൾ